വിവരങ്ങളുമായി. ഗുഡ് ഈവനിംഗ് കെ സജീഷ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചെറിയ മീനല്ല, അതുകൊണ്ട് തന്നെ ഒരു മിനി ട്രയൽ പോലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിൽ ഏറ്റവും മികച്ച അഭിഭാഷകരെ തന്നെ ഇറക്കുന്നതിനായിട്ടുള്ള പണം കൈവശമുള്ള ഒരു സംഘം പിന്നിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നീക്കത്തിലേക്ക് ഇപ്പോൾ നീങ്ങുകയായിരിക്കില്ലേ? ഹൈക്കോടതിയിലേക്ക് ഹർജി എത്തിയോ? ഗുഡ് ഈവനിംഗ് സുജയ. ഏതായാലും ഇപ്പോൾ സുജയ പറഞ്ഞതുപോലെ തന്നെ ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾക്കാണ് രാഹുൽ പക്ഷം ഉന്നമിടുന്നത്. ഇപ്പോൾ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടുണ്ട്. വിശദമായ വാദം 2 ദിവസം നീണ്ട വാദങ്ങൾക്ക് ഒടുവിലാണ് കൃത്യമായ കുറ്റകൃത്യങ്ങൾ രാഹുൽ ചെയ്തു എന്ന് ഒരു അനുമാനത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ശക്തമായ വാദങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത്. ഏതായാലും ഈ തള്ളിയ പശ്ചാത്തലത്തിലാണ് എത്രയും വേഗം ഹൈക്കോടതിയെ സമീപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നത്. കൊച്ചിയിലെ പ്രമുഖരായ മുതിർന്ന അഭിഭാഷകരുമായി ഇതിനകം തന്നെ ചർച്ച പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ഫയലിംഗ് മുഖേനയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുക. അതുകൊണ്ട് തന്നെ അത് വളരെ എളുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതി സമീപിക്കുക, അത് എത്രയും വേഗം എടുക്കണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ ജാമ്യ ഹർജി ഹൈക്കോടതി മുന്നിലെത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിക്കും. അത് വളരെ ശക്തമായ കൃത്യമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷ രാഹുൽ പക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും എത്രയും വേഗം ഈ ജാമ്യ ഹർജിയുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചത്. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടുകൂടി തന്നെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന ഒരു ആശങ്കയും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതാണ് ഇപ്പോഴുള്ള ടെൻഷൻ. അതുകൊണ്ട് തന്നെ അടുത്ത നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെയല്ലേ നമ്മൾ കരുതേണ്ടത്? ഹൈക്കോടതിയിൽ അഭിഭാഷകരുമായൊക്കെ ഈ ഒളിവ് ജീവിതത്തിനിടയിൽ പലവട്ടം സംസാരിച്ചുവെന്നും കേട്ടിരുന്നു സജീഷ്. തീർച്ചയായിട്ടും ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി ഇതിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെ അഭിഭാഷകരാണെന്ന് നമുക്ക് അറിയില്ല. എങ്കിൽ പോലും ഈ ജാമ്യ ഹർജിയിൽ സെഷൻസ് കോടതിയിൽ മുന്നോട്ട് വെച്ച വാദങ്ങൾ കുറെ കൂടി ശക്തമായി ഹൈക്കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ കാര്യം. അതിനുവേണ്ടി തന്നെ പ്രമുഖരായ മുതിർന്ന അഭിഭാഷകരുമായി ഇതിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന് അടുപ്പമുള്ളവരും ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ ജാമ്യ ഹർജി ഈ ഫയലിംഗ് മുഖേന സമർപ്പിക്കുക, അത് എത്രയും വേഗം എടുക്കാൻ ഹൈക്കോടതി ബെഞ്ചിനോട് ആവശ്യപ്പെടുക. അങ്ങനെ അറസ്റ്റിൽ നിന്നും ഒപ്പമുള്ള മറ്റു തടവിലേക്കുള്ള മറ്റു കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്ന നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഭാഗം നടത്തുന്നത്. സുജയ, കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം നമുക്ക് ടീം റിപ്പോർട്ടറിലേക്ക്.